ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഫിൽറ്ററൊന്നും ഇല്ലാത്തൊരു മുഖമാണിത്. ഞാനിത് മുന്നേ ചെയ്തിട്ടുണ്ട്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ അതിന് ശരിക്കും പച്ച പാലാണ് നല്ലത്, കാച്ചാത്ത പാല്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് ഇനി നമുക്ക് വേണ്ടുന്നത്, ഇതിങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് തക്കാളിയാണ്. ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ തേക്കണം. അപ്പോൾ അവിടെ കാരയൊക്കെ ഉണ്ടെങ്കിൽ ഇളകിപ്പോവും. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇളകിപ്പോവും. ഇപ്പം തന്നെ ഒരു ചേഞ്ച് മനസ്സിലാവുന്നില്ലേ? തോന്നുന്നില്ലേ നിങ്ങൾക്ക് കണ്ടിട്ട്? ഓക്കെ, ഇത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കാമേ. അപ്പോൾ ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ തൈരിലോട്ട് നമ്മൾ കോഫി പൗഡർ ഞാൻ ഓൾറെഡി കുറച്ച് ഇട്ടു, മതിയാവും. ഓക്കെ, പിന്നെ ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ, ബീറ്റ്റൂട്ട് പൗഡർ. പക്ഷെ ഇത് യൂസ് ചെയ്തപ്പോൾ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് അതിന് പകരം ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. മിക്സ്. പിന്നെ ഒരല്പം ഗോതമ്പ് പൊടിയും കൂടി ഇട്ടേക്കാണ്, കുറച്ചിട്ടാണ്. വേറൊരു കളറായിട്ടുണ്ട്. നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയപ്പോഴത്തേക്ക് നമ്മുടെ ടൊമാറ്റോ മുഖത്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് തന്നെ കളയണം. സ്ക്രബ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കഴുകി കളഞ്ഞിട്ടുണ്ട്. തന്നെ ചെറിയൊരു വ്യത്യാസം തോന്നുന്നു. നമ്മുടെ ക്യാമറയിൽ അത് എത്രത്തോളം അറിയാമെന്ന് പറ്റുന്നില്ല, ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഫേസ് പാക്ക് ഇടാം. ഫേസ് പാക്ക് നമ്മൾ ഫുള്ളിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഉണങ്ങട്ടെ. അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങി. നമുക്കിതൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ്. താഴെ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടുന്നതിന് മുന്നേ ഉള്ളതാണ്, മുകളിലുള്ളത് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല വ്യത്യാസം തോന്നുന്നില്ലേ? എനിക്ക് നല്ല വ്യത്യാസം നേരിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പാക്കാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്സായിട്ട് ഉടനെ വരാം. ബൈ.